What is the meaning of natural balance? Natural balance എന്നതുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? പ്രകൃതിയിൽ തന്നെയുള്ള ഒരു, അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ബാലൻസ് ഇൻ എയർ. All animals and plants breathe in oxygen and breathe out carbon dioxide. That we know, isn't it? All living things, including human beings, plants, and animals. Ruvais, please keep that sanitizer on the table. Okay, now listen. Okay, all living things, including plants, human beings, animals, maybe microorganisms, whatever it may be, all living organisms need air to breathe, and they will dispose oxygen. Carbon dioxide. Carbon dioxide പുറത്ത് വിടുകയും ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുന്നു. ഇൻഹാലേഷൻ എക്സാൽട്ടേഷൻ ഒക്കെ ആയിട്ട്. അതായത് പ്ലാന്റ്സ് പോലും അങ്ങനെ തന്നെയാണ്. പ്ലാന്റ്സ് ശ്വസിക്കുന്നത് ഓക്സിജനും കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിടുകയും ചെയ്യും നമ്മളെ പോലെ. പക്ഷെ ഡ്യൂറിങ് ദ ഫോട്ടോസിന്തസിസ് വാട്ട് പ്ലാന്റ്സ് ഡു? ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സ് ടേക്ക് കാർബൺ ഡയോക്സൈഡ് ഇൻ ആൻഡ് ദേ വിൽ ലീവ് ഔട്ട് ദ ഓക്സിജൻ. ബട്ട് ഇൻ respiration, carbon dioxide they will leave out and they will take oxygen. നമ്മളെ പോലെ തന്നെയാണ് പ്ലാന്റ്സ് റെസ്പിറേഷന്റെ സമയത്ത്, ശ്വസനത്തിന്റെ സമയത്ത്. പക്ഷേ ഫോട്ടോസിന്തസിസ്, അതായത് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ് ആണല്ലോ ഫോട്ടോസിന്തസിസ്. ബട്ട് ഡ്യൂറിങ് ദ ഫോട്ടോസിന്തസിസ് ഹൗ ഇറ്റ് വിൽ ബി? ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിടുകയും ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. Ruvais, already I told to keep that sanitizer on the table or give that boy, he will keep it inside. മോനെ, ഏട്ടന്റെ സാനിറ്റൈസർ എടുത്തോണ്ട് ഉള്ളിൽ കൊണ്ടുവച്ച മോനെ. ചേട്ടൻ അത് അതും കൊണ്ട് കളിച്ചോണ്ടിരിക്കുന്നു. അടച്ചിട്ട് കൊടുത്തുവിട്, ഉള്ളി കൊണ്ടുവെക്കൂട്ടാ. ശരി, ഓക്കെ. ഉണ്ടോ ആ കുഞ്ഞ് നല്ല മോന്. 2 times I told you to keep it on the table, but still you are opening, closing, opening, closing, opening, closing. Anyway, so all animals and plants breathe in oxygen and breathe out carbon dioxide. So oxygen is used up and carbon dioxide is given out during burning. However, the composition of air still remains more or less constant. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ ഇത്രയും ലിവിങ് തിങ്സും ഇത്രയും പ്ലാന്റ്സും ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നു, എന്നിട്ട് അവർ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താണ് സംഭവിക്കുന്നത്? ഓക്സിജൻ കുറഞ്ഞു 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 വരികയും കാർബൺ ഡയോക്സൈഡ് വിൽ ബി ഇൻക്രീസ്ഡ് മോർ ആൻഡ് മോർ മോർ. കാരണം ഓക്സിജൻ എടുത്തുകൊണ്ടിരിക്കുന്നു, കാർബൺ ഡയോക്സൈഡ് കൂടുതലായിട്ട് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്ന എന്താ? കാർബൺ ഡയോക്സൈഡ് കൂടുകയും ഓക്സിജൻ കുറഞ്ഞുകൊണ്ടിരിക്കും, തീർന്നുകൊണ്ടിരിക്കും അല്ലെ? പക്ഷേ എപ്പോഴെങ്കിലും തീരുന്നുണ്ടത്? ഇല്ല. ഓക്സിജൻ അങ്ങനെ തീരുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇത്രയും അനിമൽസും ഹ്യൂമൻ ബീങ്സും പ്ലാന്റ്സും എല്ലാം ശ്വസിച്ചിട്ടും കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ കുറയുന്നുമില്ല, കാർബൺ ഡയോക്സൈഡ് ഓവർ ആകുന്നതുമില്ല. തീരെ കുറയുന്നുമില്ല, മറ്റത് തീരെ ഒത്തിരി കൂടുന്നുമില്ല. കാരണം ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് വാട്ട് ഹാപ്പൻസ്? plants will take out all this carbon dioxide and then they will give out oxygen. അപ്പം ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് പ്ലാന്റ്സ് വേറൊരു ആക്ഷൻ ആണ് ചെയ്യുന്നത്. അവർ കാർബൺ ഡയോക്സൈഡ്, ഇവിടെ അവർ ബ്രീത്ത് ഔട്ട് ചെയ്ത കാർബൺ ഡയോക്സൈഡ് ഒക്കെ അവരെടുത്ത് ഫോട്ടോസിന്തസിസ് നടത്തുകയും പകരം അവർ ഓക്സിജൻ തരികയും ചെയ്യും. ഓക്കെ, ഓക്സിജൻ ഈസ് യൂസ്ഡ് അപ്പ് and carbon dioxide is given out during burning. However, the composition of air still remains more or less constant. This is because green plants use this carbon dioxide along with water and sunlight to make their food. They give out oxygen in return. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുന്നത്, കാർബൺ ഡയോക്സൈഡിന്റെയും ഓക്സിജന്റെയും അളവ് ഏകദേശം സംവാട്ട് ഈക്വൽ ആയിട്ട് പോകുന്നത്? ആക്ച്വലി അത് ഈക്വൽ ആയിട്ട് പോകാൻ വരില്ല, അങ്ങനെ ഒരു സാധ്യതയില്ല. കാരണം നമ്മളെല്ലാവരും ഓക്സിജൻ ഇങ്ങ് എടുക്കുന്നു, തിരിച്ച് നമ്മളെല്ലാവരും, അതായത് എല്ലാ ലിവിങ് തിങ്സും കാർബൺ ഡയോക്സൈഡും പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പൊ എന്തായാലും അവിടെ ഒരു ഇൻബാലൻസ് ഉണ്ടാകും അല്ലെ? ഇൻബാലൻസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ വളരെ കുറഞ്ഞു വരികയും കാർബൺ ഡയോക്സൈഡ് കൂടി വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബട്ട് അങ്ങനെയല്ല നടക്കുന്നത്. കുറച്ച് ഓക്സിജൻ കുറഞ്ഞാലും അല്ലെങ്കിൽ കുറച്ച് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് കൂടിയാലും, യെസ് ഗുഡ് മോർണിംഗ്,
അവിടെ ഒരു ബാലൻസ് ഉണ്ടാവും എപ്പോഴും. ഹൗ ഇറ്റ് ഈസ്? ബിക്കോസ് ഗ്രീൻ പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് ദാസ് കാർബൺ ഡൈ ഓക്സൈഡ് ടു മേക്ക് ദെയർ ഫുഡ് ആൻഡ് they will give out the oxygen while they are making food. So അങ്ങനെ ഒരു ബാലൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണ്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പോയിന്റ്? ആ പ്രോസസ്സ് മനസ്സിലായി നിങ്ങൾക്ക്? അതായത് മനസ്സിലായോ? ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെല്ലാവരും ഈ ഓക്സിജൻ എടുക്കുന്നു, തിരിച്ചെല്ലാവരും കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നു. അങ്ങനെ ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് വിടുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓക്സിജൻ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഒരുപാട് കൂടുകയും ചെയ്യണം. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ ഒരു ബാലൻസ് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് കൂടുന്നുമില്ല കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്, ഓക്സിജന്റെ അളവ് കുറച്ച് ഒത്തിരി കുറയുന്നുമില്ല. കാരണം ഗ്രീൻ പ്ലാന്റ്സ് പിന്നീട് അത് മേക്ക് യൂസ് ചെയ്യുന്നു ഡ്യൂറിങ് ദ ഡേ. ഫോട്ടോസിന്തസിസ് എപ്പോഴും ഡ്യൂറിങ് ദ ഡേ നടക്കുള്ളൂ, പകൽ സമയത്ത് നടക്കുള്ളൂ. വൈ? യു നോ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? അറ്റ് നൈറ്റ് ഫോട്ടോസിന്തസിസ് വിൽ നോട്ട് ടേക്ക് പ്ലേസ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? Ruvais, can you answer that? Why photosynthesis? No, it is not there in the textbook. Textbook il illa question answer. Hanna, are you ready to answer? മിസ്, നമ്മൾ രാത്രിക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്നില്ലല്ലോ. എന്തേ? നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നില്ല. നമ്മൾ രാത്രിയിലെല്ലാം ബ്രീത്ത് ചെയ്യുന്നില്ലേ? 24 hours നമ്മൾ ബ്രീത്ത് ചെയ്തോണ്ടിരിക്കുന്നേ. നമ്മുടെ ബ്രീത്ത് എങ്ങാനും എപ്പോഴെങ്കിലും നിന്ന് പോയാൽ പിന്നെ നമ്മൾ ഡെഡ് ബോഡിയാണ്. അതൊരു ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ ആണ്. ഓൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഓൾ ലിവിങ് തിങ്സ് ബ്രീത്ത് ഓൾ ത്രൂ ഔട്ട് ദെയർ ലൈഫ്. പക്ഷേ ഫോട്ടോസിന്തസിസ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് അറ്റ് നൈറ്റ്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന പ്രൊസീജിയർ ആണ് അല്ലേ? സോ ആ പ്രൊസീജിയറിനാണ് നമ്മൾ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന പ്രൊസീജിയറിനാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോസിന്തസിസ് ഡ്യൂറിങ് ദ ഡേയിൽ നടക്കുന്നില്ല. കാരണം എന്താണ്? വാട്ട് ഈസ് ദാറ്റ്? ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. Who knows to say? Photosynthesis. Lakshmi Priya, please answer. Photosynthesis പകൽ സമയത്തേ നടക്കുകയുള്ളൂ. കാരണം സൺലൈറ്റ് ഇല്ല. വെരി ഗുഡ്, ഗുഡ് പോയിന്റ്. Because photosynthesis will take place only in the presence of sunlight. സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ, ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ. അപ്പം ഡ്യൂറിങ് ദ ഡേ ഓൺലി there will be sunlight. At night is there sunlight? No sunlight at night. Josie, where are you looking and talking like old people, looking up and talking alone? Okay, okay. അപ്പൊ നൈറ്റില് നമുക്ക് ഫോട്ടോസിന്തസിസ് ഉണ്ടാവത്തില്ല, പകല് മാത്രമേ ഉള്ളൂ. കാരണം സൺലൈറ്റ് ഇല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല. ഡ്യൂറിങ് ദ ഡേ ഓൺലി we are getting sunlight. So during the day, when this photosynthesis take place, plants will give out a lot of oxygen and they will make use of the carbon dioxide. നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്ത് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പകല് മുഴുവനും പ്ലാന്റ്സ് എല്ലാം ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പകരം അവർ ഓക്സിജൻ തരും. അതുകൊണ്ട് there is a balance in the air. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഓക്സിജൻ ഒരുപാട് കുറയാതെയും കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് കൂടാതെ ഇരിക്കുന്നത്. Okay, this is because green plants use this carbon dioxide along with water and sunlight to make their food. They give out oxygen in return. This way a balance is maintained between oxygen and carbon dioxide in the air. However, nowadays burning of more fuel in homes, cars and factories and cutting down a large number of trees has upset this balance of gases in the air. Anyway, nowadays we are burning a lot of things at home, in factories and all, and running off vehicles and all, means fuels. നമുക്കറിയാം ഇപ്പം നമുക്ക് ഒരുപാട് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ തീ കത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഒരു പണ്ടൊക്കെ ഒത്തിരി വീടുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് വീടുകളായി. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ വീടുകളിൽ തീ കത്തിക്കുന്നു. അപ്പൊ ഒരുപാട് ഓക്സിജൻ ആവശ്യമാണ് അല്ലെ തീ കത്താൻ വേണ്ടിട്ട്. പിന്നെ അതാരെ പൺമ്യൂട്ട് ചെയ്ത ആള്? ഓക്കെ.
പിന്നെ അനദർ തിങ്, നമ്മുടെ ഫാക്ടറികളിലും ഒക്കെ ഇങ്ങനെ തീ കത്തുന്നത് മൂലം കുറേ ഓക്സിജൻ യൂസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇപ്പോൾ ഒരു കുറച്ച് കോട്ടം തട്ടിയിട്ടുണ്ട്, അതിൽ ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട്. Nowadays, burning of more fuels in homes, cars and factories and cutting down a large number of trees. So now before നമ്മൾ പഠിച്ചിട്ടുണ്ട് earlier ഇവിടെ ഫുൾ ഫോറസ്റ്റ് ആയിരുന്നു. മനുഷ്യരൊക്കെ ഇങ്ങനെ വീടുകളൊന്നും കെട്ടി താമസിക്കുന്നില്ലായിരുന്നു. ഇൻസ്റ്റഡ് they were living under leaves or inside the caves and all. Isn't it? ബട്ട് നവേഡേയ്സ് ആ ഫോറസ്റ്റ് എല്ലാം നമ്മൾ ഡീഫോറസ്റ്റേഷൻ ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് മരങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ 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 വി ഹാവ് കട്ട് ഓഫ് എ ലോട്ട് ഓഫ് ട്രീസ്. സോ കട്ടിംഗ് ഓഫ് എ ലോട്ട് ഓഫ് ട്രീസ് വിൽ കോസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എ ലെസ് ഓക്സിജൻ. അപ്പം നമ്മൾ മരങ്ങൾ ഒരുപാട് കട്ട് ചെയ്യുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നു? കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നതിന്റെ അളവ് കുറയും, പിന്നെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ അളവും കുറയും. അപ്പം ഈ കാർബൺ ഡയോക്സൈഡ് ഇവിടെ കൂടുതലാവുകയും ഓക്സിജൻ വിൽ ബി വെരി ലെസ്. Understand? Then we are burning so a lot of fuels. Means earlier there were no vehicles and all, but nowadays in a house at least 2, 3, 4 vehicles will be there. Maybe bike, auto, car, like that way. അപ്പൊ അതിനെല്ലാം ഫ്യൂവൽസ് ആവശ്യമാണ്. ഈ ഫ്യൂവൽസ് എല്ലാം കത്തുമ്പോൾ ഓക്സിജൻ ഉപയോഗിച്ചാണ് കത്തുന്നത്, ഓക്സിജൻ ഇല്ലേ കത്തത്തില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് വെഹിക്കിൾസിന്റെ ഉപയോഗം, അതുപോലെ നമ്മുടെ വീടുകളിൽ ഒരുപാട് നമ്മൾ അല്ലാതെ കത്തിക്കുന്നു, ഫാക്ടറികളിൽ കത്തിക്കുന്നു, ഇതെല്ലാം കൊണ്ടും കുറേ ഓക്സിജൻ അങ്ങനെ തീർന്നു പോവുകയാണ്. അത്രയും ഓക്സിജൻ ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ നവേഡേയ്സ് there is a little bit of imbalance in the air. Today there is more carbon dioxide in the air than there ever was. സോ നവേഡേയ്സ് ആക്ച്വലി നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് ആണ് ഇപ്പോൾ ഒരുപാട് കൂടുതലുള്ളത്. അതായത് നേരത്തെ നമ്മൾ പഠിച്ചു കാർബൺ ഡയോക്സൈഡ് 1% താഴെയായിരുന്നു നമ്മൾ പഠിച്ചായിരുന്നു. ആ 1% പെടുന്നായിരുന്നു കാർബൺ ഡയോക്സൈഡ് അല്ലേ. ഇപ്പം അതിലും കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. കാരണം ഓക്സിജൻ ഈസ് ലെസ് നാവും. ഇപ്പം കുറച്ച് ഓക്സിജൻ കുറഞ്ഞു, കാർബൺ ഡയോക്സൈഡ് കുറച്ച് കൂടി. പക്ഷെ കാർബൺ ഡയോക്സൈഡ് ഒരുപാടില്ല എന്ന് പറഞ്ഞാൽ കാരണം ഓൺലി കുറേ ഗ്യാസുകളെല്ലാം കൂടെ ചേർന്ന 1% മാത്രമേ ഉള്ളൂ അല്ലെ. നമ്മൾ ആ ഇതിൽ പഠിച്ചല്ലേ, പേജ് 148 പിക്ചർ നോക്കിക്കേ. അതേഴ്സ് എന്നുള്ളിടത്താണ് ഓൺലി 1%. ആ 1% പെടുന്നതാണ് നമ്മുടെ കാർബൺ ഡയോക്സൈഡ്. അപ്പൊ അവിടെ ആ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറച്ച് കൂടിയിട്ടുണ്ട്. വലിയ പ്രശ്നമില്ല, എന്നാൽ നമുക്ക് ഓക്സിജൻ കുറയാൻ പാടില്ല. കാരണം വി ഓൾ ഹാവ് ടു ബ്രീത്ത്. നമുക്കറിയാം, നമുക്കൊരു അസുഖമൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലൊക്കെ പോയി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓക്സിജൻ കിടത്തിയൊക്കെ ഇരിക്കും. അവർക്ക് ദേ കനോട്ട് ബ്രീത്ത്. ഇവന്റെ കൈ പിന്നെ എന്താ റുവൈസേ, പിന്നെ നീ പോയിട്ട് സാനിറ്റൈസർ എടുത്തോ? എന്തെങ്കിലും ഒന്ന് കയ്യിൽ വേണമെന്നുണ്ടോ? നേർച്ചയുണ്ടോ അങ്ങനെ? ആ ഓക്കെ. സോ നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പേഷ്യൻസിന് ഇഫ് ദേ നോട്ട് ഏബിൾ ടു ബ്രീത്ത് ബൈ ദംസെൽഫ് ദേ ആർ ഗിവൻ ഓക്സിജൻ കൊടുത്ത് കിടത്തും അല്ലെ. ഓക്സിജൻ കൊടുത്ത് രോഗികളെ ശുശ്രൂഷിക്കാണ്, സ്വയം ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ. സോ ഇറ്റ് ഈസ് കോസ്റ്റ്ലി, അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പൊ നമ്മളൊക്കെ ഇനി ഓക്സിജനൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓക്സിജൻ വാങ്ങി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓക്സിജൻ ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. എത്ര പൈസ മുടക്കേണ്ടതായിട്ട് വരും, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നെക്സ്റ്റ്, ഹൗ ക്യാൻ വി കീപ് ദ എയർ ക്ലീൻ? ഇന്ന് നമ്മുടെ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാമോ? വാട്ട് ഈസ് എയർ പൊല്യൂഷൻ? എയർ പൊല്യൂഷൻ മീൻസ് പൊല്യൂഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ, ഇൻ ദ എയർ, മലിനീകരണം. ഹൗ ഡസ് എയർ പൊല്യൂഷൻ ടേക്ക് പ്ലേസ്? യു നോ? എങ്ങനെയൊക്കെ എയർ പൊല്യൂഷൻ ഉണ്ടാകും അറിയാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം. ടെൽ മീ. വണ്ടിന്റെ പുക. ഓക്കെ. സ്മോക്കിലൂടെ എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. പിന്നെ പടക്കം. വെരി ഗുഡ്. ഫയർ ക്രാക്കേഴ്സ്. ഓക്കെ. പൊടിപടലങ്ങൾ. ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഡസ്റ്റ്, ഒരുപാട് ഡസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ മിസ്സേ, പിന്നെ വണ്ടി ഓടിക്കുമ്പോഴല്ല പുക. അത് സ്മോക്ക്, അതെല്ലാം അതിൽ പെട്ടില്ലേ. സ്മോക്ക്, ഡസ്റ്റ് എല്ലാം ആയി. പിന്നെ ഇനി വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? We use a lot of pesticides while we do the farming. അഗ്രികൾച്ചർ ഒക്കെ ചെയ്യുന്ന സമയത്ത്, കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ക്രോപ്സിന് വേണ്ടിയിട്ട്, ക്രോപ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പെസ്റ്റിസൈഡ്സ്? പോയിസൺസ് ടു കിൽ ദ പെസ്റ്റ്. കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീടനാശിനികൾ. ദാറ്റ് ഈസ് വെരി പോയിസണബിൾ തിങ്സ്. നമുക്കറിയാം, അത് നമ്മൾ സ്പ്രേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ
എല്ലാം ഇറ്റ് വിൽ സ്പ്രെഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. അത് പോയിസണബിൾ തിങ് ആണ് അല്ലെ, അതിന്റെ ഗ്യാസ് ഒക്കെ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ അല്ലെ പറമ്പുകളിലൊക്കെ ഇങ്ങനെ പോയിസൺ ഒക്കെ തളിക്കുന്ന സമയത്ത് നിങ്ങളോട് പറയാം അങ്ങോട്ട് വരരുത്, കാരണം അത് ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺഹെൽത്തിന് കാരണമാകും അല്ലെ. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ പഠിക്കാം. ഹൗ ക്യാൻ വി കീപ് ദ എയർ ക്ലീൻ? പ്ലാന്റ് മോർ ട്രീസ്. How it will be? If you plant more trees, what will happen? It will produce a fresh air. Fresh air produce ചെയ്യും അല്ലെ. Okay, next, try to use a bicycle or public transport instead of a motorbike or a car whenever possible. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾ പറഞ്ഞ സ്മോക്ക്, വെഹിക്കിൾസിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന സ്മോക്ക്. നമുക്കറിയാം കാറ്, ബസ്, ലോറി ഇങ്ങനെയുള്ളതിലെല്ലാം ഭയങ്കര സ്മോക്ക് ഒക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അത് നമുക്കറിയാം. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് അന്തരീക്ഷത്തിൽ ഒരു ബ്ലാക്ക് കളറിലെ പുകയായിരിക്കും വരുന്നത് ഈ വെഹിക്കിളിൽ നിന്നൊക്കെ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ആൻഡ് അതിന്റെ ഒരു സ്മെല്ലും, നമുക്ക് അതിന്റെ പുകയൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് എന്തോ ശ്വാസമുട്ടൽ പോലെയൊക്കെ തോന്നും അല്ലെ. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദേ ആർ ആസ്കിംഗ് us to use bicycle. എനിവേ യു പീപ്പിൾ ആർ യൂസിങ് ബൈസിക്കിൾ ഐ തിങ്ക്. നിങ്ങൾ ബൈക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഇപ്പം അപ്പുറത്തെ വീട്ടിലോട്ടൊക്കെ പോകാന്? ഇല്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ആർ യൂസിങ് ബൈസിക്കിൾ. ബട്ട് എഡ്വിൻ, യു ആർ യൂസിങ് ബൈക്ക്? എഡ്വിന് സ്വന്തമായിട്ട് ബൈക്ക് ഉണ്ടോ? നോ. ദെൻ ഡു യു ഹാവ് ബൈസിക്കിൾ? സ്കൂട്ടി ഓടിക്കലുണ്ട്. സ്വന്തമായിട്ട് ബൈസിക്കിൾ ഉള്ളവർ, സൈക്കിൾ ഉള്ളവരൊന്നും കൈ പൊക്കിക്കേ. 1 2 സൈക്കിൾ 3. Only 3 members are having. 1 2 3 4 5. ഉണ്ട്. Okay. Okay. So you better practice in cycling. സൈക്ലിംഗ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് നിങ്ങൾ യൂസ് ചെയ്യുക, സൈക്കിൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം സ്കൂളിൽ വരാനും അപ്പുറത്തെ കടയിലൊക്കെ പോകാനും ഒക്കെ നിങ്ങൾക്ക് സൈക്കിൾ ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാമോ ജപ്പാൻ എന്ന് പറയുന്നത്? ജപ്പാൻ കേട്ടിട്ടുണ്ടോ? കൺട്രി കോൾഡ് ജപ്പാൻ. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യല്ലേ? ജപ്പാനിലെ ജപ്പാനിലെ മോസ്റ്റ് ഓഫ് ദ 90% പീപ്പിൾ ആർ യൂസിങ് ബൈസിക്കിൾസ്. ഒരു ബൈസിക്കിൾ ആണ് ഉപയോഗിക്കുന്നത്. നോട്ട് ഓൺലി ചിൽഡ്രൻ, എൽഡേഴ്സ് ഓൾസോ, ഓൾഡ് പീപ്പിൾ ഓൾസോ, എല്ലാവരും ബൈസിക്കിൾ ഉപയോഗിക്കും. വൈ ഡു യു നോ? ബൈസിക്കിൾ വിൽ പ്രൊവൈഡ് us 2 ഫെസിലിറ്റീസ്. 2 കാര്യങ്ങൾ അത് ചെയ്തു തരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് വിൽ കൺട്രോൾ ദ എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യും. കാരണം there is no, it doesn't want any petrol or diesel, so no smoke will come out, isn't it? And എയർ പൊല്യൂഷൻ അത് കാരണമാകുന്നില്ല. അതിനൊരു സ്മോക്ക് ഒന്നുമില്ല. കാരണം നമുക്കറിയാം നമ്മൾ അതിന് ജസ്റ്റ് എയർ ഫില്ല് ചെയ്ത ട്യൂബ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ വീല് നമ്മൾ എയർ ഫില്ല് ചെയ്തിട്ട് അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഇനി വേറൊന്നെന്ന് പറഞ്ഞാല് നമുക്ക് ഹെൽത്തിന് നല്ലതാണ്. ആക്ച്വലി ഇറ്റ് വിൽ ഗീവ് എക്സസൈസ് ഫോർ ദ ബോഡി. നമുക്കറിയാം കാൽ ഉപയോഗിച്ച് നമ്മളിങ്ങനെ ചവിട്ടിയാണ് നമ്മൾ സൈക്ലിംഗ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ഗീവ് us എ ഗുഡ് എക്സസൈസ് ഫോർ ദ ബോഡി. നമ്മുടെ ബോഡിക്ക് നല്ലൊരു എക്സസൈസ് ആണ്. സോ ഈ 2 കാരണം കൊണ്ട് ജപ്പാനിലെ പീപ്പിള് എല്ലാ വീടുകളിലും ഒരു 3-4 സൈക്കിൾ വീതം കാണും. എല്ലാ സൈക്കിൾ ഉപയോഗിച്ചാണ് അവരുടെ. നേരത്തെ കാർ ഉപയോഗിക്കുന്നില്ല എന്നല്ല, they are using, but still more people they are using ബൈസിക്കിൾ. സോ ബൈസിക്കിളിന്റെ പിന്നെ വേറൊന്നും കൂടി ഉണ്ട്, ശബ്ദ മലിനീകരണം ഇല്ല. എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളിപ്പോ ഒരു എന്താ പറയണ്ടേ, ട്രാഫിക്കിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാല് അവിടെ വെയിറ്റ് ചെയ്യുന്നേക്കാളും അസ്വസ്ഥയായിരിക്കും. പുറകിലത്തെ വണ്ടികളെല്ലാം ഇങ്ങനെ ഹോൺ അടിച്ചോണ്ടിരിക്കും അല്ലെ. ഭയങ്കരമായിട്ട് ഹോൺ അടിച്ച് ശബ്ദം ഉണ്ടാക്കൊണ്ടിരിക്കുക, അലോസരപ്പെടുത്തും നമ്മളെ. കാരണം മുമ്പിൽ എന്തെങ്കിലും ട്രാഫിക് ഉള്ളതുകൊണ്ടായിരിക്കും നമ്മുടെ വണ്ടിക്ക് പാസ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ പുറകിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന വെഹിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യും? they will be continuously putting horn. But in bicycle only one small bell is there, ting 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 ting, isn't it? അത് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാക്കത്തില്ല, അലോസരപ്പെടുത്തുന്നില്ല അല്ലെ. ഓക്കെ, സോ ട്രൈ ടു യൂസ് എ ബൈസിക്കിൾ ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇൻസ്റ്റെഡ് ഓഫ് എ മോട്ടോർ ബൈക്ക് ഓർ എ കാർ whenever possible. സോ ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകാനൊക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അങ്കിളിന്റെ വീട് അങ്ങ് കോട്ടയത്ത് പോകാനൊക്കെ ബൈസിക്കിൾ ഉപയോഗിക്കണ്ട. ബെറ്റർ ദാറ്റ് യു യൂസ് കാർ ഓർ ബസ്. ബട്ട് you can use bicycle to travel nearby places. അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി ബൈസിക്കിൾ you can use, and it will provide you good health also. അതിന് നമുക്ക് എയർ പൊല്യൂഷൻ മാത്രമല്ല, നമുക്ക് നല്ലൊരു ഹെൽത്ത് കൊണ്ട് നമ്മുടെ ബോഡി ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങൾക്ക് അറിയാം സൈക്ലിംഗ് എല്ലാവരും ചെയ്യുന്നവരാണ് അല്ലേ. ഓക്കെ, use in vehicles like a car and buses, using fuels such as LPG and CNG reduces the release of poisonous gases into the air. When we use
LPG ഗ്യാസ്. അതായത് നമുക്കറിയാം പണ്ടൊക്കെ എല്ലാ വണ്ടികളിലും പെട്രോളോ ഡീസലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് കാറിലൊക്കെ പല കാറുകളിലൊക്കെ അവർ ഗ്യാസ് ഉപയോഗിക്കാറുണ്ട്. ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ട് വാഹനങ്ങൾ ഓടിക്കാറുണ്ട് അല്ലേ? എന്തിനാണെന്നറിയാമോ? ഈ പെട്രോൾ ഡീസലിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വിലക്കുറവും തോന്നും. പക്ഷേ അതിനേക്കാൾ ഉപരി പോയിസണൽ അബാലായിട്ടുള്ള സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്മോക്ക് പോലെ അത്രയും ഹാർഡ് ആയിട്ടുള്ള പോയിസണബിൾ സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. Factories release smoke, dust, soot and poisonous gases into the air. They should be located away from where people live. They must also use ways to reduce pollution. Okay. Before once I said, I think at the beginning when they were using this, in the beginning they were using coal in the train കൽക്കരി ഉപയോഗിച്ചായിരുന്നു പണ്ടൊക്കെ ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നത്. ബട്ട് നൗഡേയ്സ് നോ. അപ്പോൾ ഈ കൽക്കരി കത്തുമ്പോൾ ഭയങ്കരമായിട്ട് ബ്ലാക്ക് കളറിലെ സ്മോക്ക് ഉണ്ടാകും. ആ ഓൾഡ് പീപ്പിളിനോട് ചോദിച്ചു നോക്കി അറിയാം. കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അവരുടെ യങ് ഏജിൽ പണ്ടൊക്കെ ട്രെയിനിൽ കൽക്കരി, ഡീസലിനും പെട്രോളിനും ഒക്കെ പകരം കൽക്കരി ഉപയോഗിച്ചു. അത് ക്രമേണ മാറി ഇപ്പൊ പെട്രോൾ ഡീസലൊക്കെ ആയി. ഇപ്പം നമുക്കറിയാം there are electric trains. The trains run with the help of electricity. Sometimes it is dangerous, but it is very good. അത് ഡേഞ്ചറസ് ആണ്, ചില സിറ്റുവേഷനിൽ ഡേഞ്ചറസ് ആണെങ്കിൽ പോലും കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. അപ്പം ഇങ്ങനെ കാലങ്ങൾ മാറുന്നതനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അപ്പം ഫാക്ടറീസിൽ നമുക്കറിയാം വെഹിക്കിളിന്റെ പോലെ തന്നെ when the machineries work in the factories, it produces poisonous gas, very thick gas. Before I remember that before many years back when we go to Kannur and all, we could see at Valapattanam there were tile factories. ഓടുണ്ടാക്കുന്ന ഫാക്ടറികളൊക്കെ ഉണ്ടായിരുന്നു ഈ വളപട്ടണം ഭാഗത്തോട്ട് പോകുമ്പോൾ. കണ്ണൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ വളപട്ടണം ഏരിയയിലൊക്കെ. അപ്പൊ ഇങ്ങനെ ഫാക്ടറികളിലൊക്കെ ഇങ്ങനെ വലിയ തിക്കായിട്ടുള്ള ബ്ലാക്ക് കളർ സ്മോക്ക് യൂസ് ടു കം. അപ്പൊ ഇപ്പൊ അതൊക്കെ മെഷീനറികൾ ഉപയോഗിച്ചൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് earlier everything was run by petrol or diesel and all. പെട്രോളോ ഡീസലോ ഒക്കെ ഉപയോഗിച്ചായിരുന്നു പഴയ കാലത്ത് ഓൾമോസ്റ്റ് എല്ലാം. ഞാൻ ഓർക്കുന്നുണ്ട് when I was a child, in my childhood, if we go to a flour mill എന്ന് പറഞ്ഞാൽ എന്താണ്? അരിയൊക്കെ പൊടിക്കുന്ന മില്ലില്ലേ, നെല്ലൊക്കെ കുത്തി അരിയൊക്കെ പൊടിക്കുന്ന മില്ല്. ഫ്ലോർ മില്ല്. യെസ്, ഫ്ലോർ മില്ലിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഈ പെട്രോളോ ഡീസലൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ടക് 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 എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കാം, വലിയ സൗണ്ട്. ഇത് ഓൺ ആക്കി കഴിയുമ്പോൾ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് ഭയങ്കരമായിട്ട് സ്മോക്ക് ഒക്കെ വരുമായിരുന്നു. ബട്ട് nowadays our flour mills are running on electricity. ഇപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയൊരു സൗണ്ട് ഇല്ല. ഇനി സൗണ്ട് ചെറിയൊരു സൗണ്ട് ഉണ്ടെങ്കിൽ പോലും ഇറ്റ് ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് എനി പോയിസണബിൾ ഗ്യാസസ്, മീൻസ് സ്മോക്ക് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഇപ്പം. അങ്ങനെ കാലങ്ങൾ മാറുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ബട്ട് ഫാക്ടറീസ് റിലീസ് സ്മോക്ക്, ഡസ്റ്റ്, സൂത്ത് ആൻഡ് പോയിസണസ് ഗ്യാസ് ഇൻ ടു ദ എയർ. ദേ ഷുഡ് ബി ലൊക്കേറ്റഡ് in area where people are not living. മനുഷ്യർ വസിക്കുന്ന സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തു നിന്നും മാറ്റി വേണം ഇത്തരം ഫാക്ടറീസ് ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടി. കാരണം അവിടെ താമസിക്കുന്ന ആൾക്കാർ സ്ഥിരം ഇത് തന്നെ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ്ലി, ഡെയിലി, ഓൾവേസ് ഈ സ്മോക്ക് തന്നെ ബ്രീത്ത് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇങ്ങനെ ഫാക്ടറികളൊക്കെ ദൂര സ്ഥലത്ത്, അത് ആൾതാമസം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വേണം സ്ഥാപിക്കാനാ. They must also use ways to reduce pollution. പിന്നെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവര് അതിനുള്ള മെത്തേഡുകൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം കാലങ്ങൾ മാറിയപ്പോൾ മാറ്റങ്ങൾ വന്ന പോലെ they are using electricity and all, അല്ലെ? ആ രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്തണം. അല്ലാതെ പഴയ പോലെ ആകുമ്പോൾ അന്നത്തെ പോപ്പുലേഷൻ അല്ല ഇന്ന്. ടുഡേസ് പോപ്പുലേഷൻ ഈസ് വെരി ഹൈ റേറ്റിലുള്ള പോപ്പുലേഷനാണ്, ജനസംഖ്യയാണ്, ഒത്തിരി ആൾക്കാരായി അല്ലേ? അപ്പം അത്രയും ആൾക്കാർ അങ്ങനെ ഓരോ കുടുംബത്തെയും എല്ലാവരും ഇങ്ങനെ താമസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒത്തിരി ആളാവുമ്പോൾ എല്ലാവർക്കും ബ്രീത്ത് ചെയ്യണം. അപ്പൊ ഈ പിന്നെ ഓക്സിജൻ എല്ലാവരും പോയിസണബിൾ ആയിട്ടുള്ള ഓക്സിജൻ തന്നെ ബ്രീത്ത് ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകും. നെക്സ്റ്റ്, വാട്ടർ കവേഴ്സ് about 71% of the surface of the planet. In which planet are we living? Do you know how many planets are there in this universe? 7. 7 planets. 7 planets. 4 planets. One is telling 4. One is telling 8 planets. One is telling 2.
One is telling 7. Okay, revise 7 പറഞ്ഞാല്. And what about you, Edwin? Yes. How many planets are there? Edwin, show with the fingers. Okay, how many? 7. ഇനി ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും അഭിപ്രായം അവിടെ ജോസി എത്ര പറയുന്നേ? 4 plus 4, 8. Lakshmi Priya, 8. 8 or 7? 8. Okay. What about Sai? 7. Josie stuck or not? Shahbaz? 7. 8. Grace, what about you? According to you, how many there? 7 or 8? Show properly. 8. Okay. And Romais, ഇവിടെ ആരായിരുന്നു 2 or 3 എന്നൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്? 7. Can you name the 7 planets names? മിസ് ഞാൻ പറയാം. Wait. Romais, can you name? പറയാൻ പറ്റുമോ? പ്ലാനറ്റ്സിന്റെ പേര് പറയാൻ പറ്റുമോ? അറിയാമോ? ഓർമ്മയില്ല മിസ്. ഒന്നും ഓർമ്മയില്ല. ഓക്കെ. വാട്ട് അബൌട്ട് യു ജോസി? മിസ്സേ ആകെ മൊത്തം 8 പ്ലാനറ്റ് ഉണ്ട്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. 8 planets are there. ഒരെണ്ണം നീ ഒഴിവാക്കണ്ട, നേരത്തെ ഒരെണ്ണത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പം നിലവിൽ വി ഹാവ് 8 planets. അപ്പൊ നമ്മള് നേരത്തെ 9 planets were there. When we were studying in schools and all, we studied there are 9 planets. But Pluto, last one was Pluto. But Pluto was very small one, dwarf, കുള്ളൻ. അവനെ പിന്നെ നീ കുള്ളനാന്നും പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കി വിട്ടു. പ്ലാനറ്റ് എന്നുള്ള പേരിൽ നിന്നും അവനെ ഒഴിവാക്കി നീ പൊക്കോ എന്നും പറഞ്ഞു വിട്ടു. അപ്പൊ ഇപ്പോൾ Pluto is not a planet. മനസ്സിലായോ? So now only 8 planets are there. And in which planet are we living? Grace, in which planet are we living, Grace? Earth. Okay. What is the special feature of Earth, you know? Only among these 8 planets, only on this Earth only oxygen is there. നമ്മളുടെ ബാക്കി ഈ മൊത്തം 8 പ്ലാനറ്റ് ഉണ്ടല്ലോ, ഈ 8 പ്ലാനറ്റിൽ ഉള്ളി എർത്തിൽ മാത്രം ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ട് ലൈഫ് ഈസ് പോസിബിൾ ഓൺലി ഓൺ എർത്ത് ബിക്കോസ് oxygen is present in earth. In no other planets there is എയർ. അതായത് മറ്റു പ്ലാനറ്റുകളിൽ ഒന്നും ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ ലിവിങ് തിങ്സ് ഒന്നും ഇല്ല. അപ്പം നമുക്കറിയാം ചൊവ്വയിലൊക്കെ പോയിട്ട് ഗവേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പോസിബിൾ ആണോ, ലൈഫ് പോസിബിൾ ആണോ എന്നൊക്കെ, ഓക്സിജൻ ഉണ്ടാവോ. പക്ഷെ അവിടെ നമ്മൾ പോകുമ്പോൾ എന്താണ്, ദേ ഷുഡ് ക്യാരി ഓക്സിജൻ. അവിടെ പോയി ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇവിടുന്ന് ഓക്സിജനും കൊണ്ട് പോകണം. അവിടെ അതൊന്നും ഇല്ല. ഓക്കെ. ഇനി വാട്ടർ ഈസ് പ്രസന്റ് ഓൺലി ഓൺ ദിസ് എർത്ത്. ഈ എർത്തിൽ മാത്രമേ വാട്ടറും പ്രസന്റ് ആയിട്ടുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി ഉണ്ടോ ഇല്ലോ എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നിലവില് എർത്തിൽ മാത്രമാണ് വാട്ടർ ഉള്ളതായിട്ടാണ്. ഇനി നമ്മളറിയാം, ഗ്ലോബിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാകും, നമ്മുടെ ഈ ഹോൾ എർത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3/4 ഓഫ് എർത്ത് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 71%, 71% മൊത്തം വെള്ളമാണ്. ബാക്കി വരുന്ന 29% ഭൂമി, മണ്ണുള്ളത്. മനസ്സിലായോ? നമ്മളൊക്കെ ജീവിക്കുന്ന ആകെ ഈ 29% മാത്രമാണ് നമ്മൾ, ബാക്കി മുഴുവൻ വെള്ളമാണ്. സീസ്, ഓഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിവേഴ്സ് ഒന്നും അതിനകത്ത് അങ്ങനെ പെടുന്നില്ല. റിവേഴ്സ് ഒക്കെ നമുക്കറിയാം വളരെ കുറച്ചേ ഉള്ളൂ അല്ലെ. പക്ഷെ ബാക്കി മുഴുവൻ ഓഷ്യൻസ് ആണ്. ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര, നിങ്ങൾ ഗ്ലോബിൽ നോക്കിയാൽ അറിയാം, സോ ബിഗ്. ആ ഗ്ലോബിലെ നിങ്ങൾക്ക് ഇനി നിങ്ങളൊരു ഗ്ലോബ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഗ്ലോബ് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അതിനകത്ത് ഫുള്ള് ബ്ലൂ കളറാണ് അല്ലെ. ഈ ബ്ലൂ കളറായിട്ട് വാട്ടർ റെപ്രസെന്റ്സ് ബ്ലൂ കളർ. അപ്പൊ അതിലറിയാം മൊത്തത്തിൽ ഏകദേശം എല്ലാം തന്നെ ബ്ലൂ ആയിട്ട് കിടക്കും. അവിടെ എവിടെയും കുറച്ച് ഭാഗം മാത്രമേ ലാൻഡ് ആയിട്ടുള്ളൂ. വാട്ടർ കവേഴ്സ് about 71% ഓഫ് ദ സർഫേസ് ഓഫ് ദ പ്ലാനറ്റ്. ദാറ്റ് ഈസ് വൈ ദ എർത്ത് ഈസ് ഓഫൻ കോൾഡ് ദ ബ്ലൂ പ്ലാനറ്റ്.
Why Earth is called the blue planet? Because 71% of the Earth is covered with water. So, ഈ വെള്ളത്തിനെ നമ്മൾ ബ്ലൂ കളർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എർത്തിനെ നമ്മൾ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. Water is essential for life. About 70% of our body is made up of water. Okay. വാട്ടർ നമ്മുടെ ലൈഫിന് വളരെ എസെൻഷ്യൽ ആണ്. നമ്മുടെ ബോഡിയുടെ 70%. ഇപ്പൊ ഞാനൊരു 100 കിലോ ഉണ്ടെന്ന് വിചാരിക്കുക. 100 കിലോയിൽ എൻ്റെ ബോഡിയിൽ 70 kg വാട്ടർ ആയിരിക്കും. ബാക്കി 30 kg ബാക്കി എല്ലാം കൂടെ വരികയുള്ളൂ. ബോൺസും എല്ലാം കൂടെ കൊടുക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെ അതെ ഓരോ ആൾക്കാരുടെ അങ്ങനെ തന്നെയാണ്. 70% ഓഫ് അവർ ബോഡി വെയിറ്റ് ഈസ് കണ്ടെയ്നിങ് ഓൺലി വാട്ടർ. നമ്മുടെ ബോഡിയില് നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്ന് 10 കിലോ ആണെങ്കിൽ അതിൽ 7 കിലോ വെള്ളമായിരിക്കും. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കരയിൽ കാണുന്ന 71% വാട്ടറിൽ only 3% is water is able drinking water. ബാക്കി മൊത്തം സോൾട്ടി വാട്ടർ. നോ യൂസ് ഫോർ us. മനസ്സിലായോ? 71% ഉള്ള വാട്ടറിൽ 3% മാത്രമേ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമുള്ളൂ. ബാക്കി മൊത്തം സോൾട്ടി വാട്ടറാ. നോട്ട് അറ്റ് ഓൾ യൂസ്ഫുൾ ഫോർ us. നമുക്കത് യൂസ്ഫുൾ അല്ല. മനസ്സിലായോ? That is why the Earth is often called the blue planet. Water is essential for life. About 70% of our body is made up of water. Loss of water from the body is called dehydration. Have you heard this word ever at any time? Dehydration. Dehydration means losing water from our body. We said that nearly 70% of water is 74% of our body weight is containing the water. And dehydration means losing the water from our body. How the water will be loosed from the body? Through vomiting, sweating, and through diarrhea or loose motion. എങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്നത്? ഒന്ന് വോമിറ്റ് ചെയ്യുന്ന സമയത്ത്. നമ്മൾ വോമിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള വെള്ളം ജലാംശം നഷ്ടപ്പെടുന്നു. നെക്സ്റ്റ് സ്വെറ്റിങ്ങിലൂടെ. അത് ഡെയിലി നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? സ്വെറ്റിംഗ്, വേർപ്പിലൂടെ. നെക്സ്റ്റ് വൺ ഈസ് ഡയറിയ, ലൂസ് മോഷൻ ഒക്കെ വരികയല്ലേ? അപ്പൊ നമുക്കറിയാം ലൂസ് മോഷൻ വന്നിട്ടുള്ള സമയത്ത് നമുക്കറിയാം ഒരുപാട് ജലം ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും അല്ലെ? ഓക്കെ. So loss of water from the body is called dehydration. This is very dangerous as it can lead to death. Dehydration, if it more dehydration take place in our body, it may lead to our death also. It may cause for our death also. മരണം വരെ സംഭവിക്കാവുന്ന കാരണങ്ങളാണ് ഡീഹൈഡ്രേഷൻ. ഛർദ്ദിച്ച് കുറെ കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം വന്ന് തളർന്നു വരുന്ന നമ്മൾ മരിച്ചു പോകും. അതുപോലെ ലൂസ് മോഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ നമുക്ക് കഴിച്ചത് നമ്മുടെ ശരീരത്തിൽ പിടിക്കാതെ വന്നാൽ ലൂസ് മോഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടാകും. ചിലപ്പോൾ നമ്മുടെ മദേഴ്സ് എന്ത് ചെയ്യും? ലൂസ് മോഷൻ ഒക്കെ വരുമ്പോൾ നാരങ്ങ പിഴിഞ്ഞ് വെച്ച് ചായയൊക്കെ തരും. അപ്പോൾ ഓക്കെ ആകും. അപ്പൊ ആ മരുന്നുകൊണ്ടൊന്നും ഓക്കെ ആകുന്നില്ല. അത് ചെറിയൊരു രീതിയിലുള്ള ഫുഡ് പോയ്സണിങ് രീതിയിലൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ കുറച്ച് കൂടുതലാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി വി വിൽ ബി വോമിറ്റിംഗ് ആൻഡ് വാട്ടർ വിൽ ബി ലോസ്റ്റ് ഫ്രം ദ ബോഡി. അപ്പൊ അങ്ങനെ സംഭവിച്ചെന്നാൽ എന്ത് ചെയ്യണം? വി ഷുഡ് ഗോ ടു ഹോസ്പിറ്റൽ ആൻഡ് ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ദ ഡോക്ടർ. ഡീഹൈഡ്രേഷൻ തടയണം, അല്ലെങ്കിൽ നമ്മൾ ക്ഷീണം പിടിച്ച് പെട്ടെന്ന് എന്ത് സംഭവിക്കും? മരണമൊക്കെ സംഭവിക്കും. സോ വി ഷുഡ് ബി വെരി കെയർഫുൾ ഇൻ ദാറ്റ് കേസ്. This is very dangerous as it can lead to death. Besides being essential for life, water is used for cooking, washing, and in agriculture and industries. So what are the other uses of water? Not only for drinking we are using, to cook food, washing, to take bath, for then in factories, then in agriculture, means for plants. കൃഷി നടത്തണമെങ്കിൽ വെള്ളം വേണം അല്ലേ? Water is also used to generate electricity. And not only this, water is used to generate electricity. Electricity എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? How many of you know? Lakshmi Priya, please tell. മേമ്പറ സമയം ഇപ്പൊ കട്ടാകും, ക്ലാസ് കട്ടാകും. ഒരാൾ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഉച്ചത്തിൽ പറ, കേൾക്കുന്നില്ല. ഇപ്പൊ ക്ലാസ് കട്ടാകുവേ. ആദ്യത്തെ വാട്ടറിൽ നിന്ന് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചോദിച്ചേ. അറിയാവോ പ്രൊസീജിയർ എങ്ങനെയാന്ന് അറിയാവോ? ഇല്ല, നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാകും. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ ദെൻ.
ബൈ മിസ്.